മാതൃഭൂമി ന്യൂസ് നീൽസൺ അഭിപ്രായ സർവേ ഇനി നിങ്ങൾ കാത്തിരുന്ന സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 20 മണ്ഡലങ്ങളിൽ ആരെല്ലാം ജയിക്കും എന്ന വിധിയെഴുത്തിലേക്ക്. 20 മണ്ഡലങ്ങളുടെ മനസ്സ് തേടിയുള്ള യാത്രയിൽ നീൽസൺ സംഘം നടത്തിയ കണ്ടെത്തലുകളിലേക്ക്. ഓരോ മണ്ഡലങ്ങളിലെയും ജനവിധിയിലേക്ക് കടക്കുകയാണ്. ആദ്യം കാസർഗോഡും കണ്ണൂരും. മഞ്ജുഷ്, തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിൽ നിന്ന് നമുക്ക് ഓരോ മണ്ഡലത്തിലും ജയം ആർക്കൊപ്പം എന്ന് എല്ലാവരും കാത്തിരിക്കുന്ന സർവേ ഫലത്തിലേക്ക് പോകാം. വടക്ക് നിന്ന് തെക്കൻ മണ്ഡലങ്ങളിലേക്കാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ആദ്യം കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ LDF വിജയിച്ച കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളുടെ പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്. ആദ്യം കാസർഗോഡ്. ത്രികോണ മത്സരം എന്ന പ്രതീതിയാണ് ഇപ്പോൾ കാസർഗോഡ് ഉള്ളത്. CPM മുൻ ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രനെ നേരിടാൻ UDFന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയതോടെ മണ്ഡലത്തിൽ ആവേശകരമായ പ്രചാരണമാണ് ഇപ്പോൾ. രവീശ് തന്ത്രി കുണ്ടാർ മണ്ഡലത്തിൽ സ്വാധീനമുള്ള NDA സ്ഥാനാർത്ഥിയാണ്. 1984 ശേഷം ഇതുവരെ ജയിക്കാൻ കഴിയാത്ത കാസർഗോഡ് തിരിച്ചുപിടിക്കാൻ UDFന് ഇത്തവണയെങ്കിലും കഴിയുമോ? കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നടത്തിയ പ്രകടനത്തെക്കാൾ മെച്ചപ്പെടാൻ NDAക്ക് സാധിക്കുമോ? ഇതാണ് ഫലം. ഇതാണ് അതോ P കരുണാകരന്റെ പാത പിന്തുടർന്ന് ഈ രാഷ്ട്രീയ പോരാട്ടം LDF ജയിക്കുമോ? ഇപ്പോൾ 43% UDF. കാസർഗോഡ് മണ്ഡലം രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF 1984 ശേഷം UDF തിരിച്ചു പിടിക്കുന്നു. ഇതാണ് സർവേ ഫലം. 43 UDFന്, LDFന് 35%, NDA 21. കൃത്യമായ മേധാവിത്വം ഈ സർവേ ഫലത്തിൽ UDFന് കിട്ടുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. 1989 ശേഷം ഇതുവരെ 84 അവസാനമായി ഇടതുമുന്നണി കാസർഗോഡ് തോറ്റത്. അതിനുശേഷം ആദ്യമായി UDF തിരിച്ചു പിടിക്കുന്നു എന്നതാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 43 UDFന്, LDFന് 35, 21% NDAക്ക്. NDAക്കും നല്ല മുന്നേറ്റം കാഴ്ചവെക്കുവാൻ എന്തായാലും കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെറും 0.71% വ്യത്യാസത്തിലാണ് T സിദ്ദിഖിനെ P കരുണാകരൻ തോൽപ്പിച്ചത് എന്നതും കാണേണ്ടതുണ്ട്. ഉടൻ തന്നെ അടുത്ത മണ്ഡലത്തിലേക്കും പോകാം. കണ്ണൂർ. കഴിഞ്ഞ തവണ വെറും 0.69% വോട്ടിനാണ് LDF കണ്ണൂർ നേടിയത്. ഇത്തവണ ജയം ആവർത്തിക്കാൻ PK ശ്രീമതിക്ക് കഴിയുമോ? കാസർഗോഡ് പോലെ കണ്ണൂരും തിരിച്ചു പിടിക്കാൻ UDFന് കഴിയുമോ? സർവേ ഫലം നോക്കുമ്പോൾ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിൽ സുധാകരൻ ശ്രീമതി പോരാട്ടത്തിൽ ഇത്തവണ ചിത്രം മാറുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ണൂരിലെ ഫലം അല്പസമയത്തിനകം അറിവാകും. UDF 47%. കണ്ണൂരിൽ UDFന് 47, LDFന് 44. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും 3% വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പട്ടികയിൽ പെടുത്താവുന്നതാണ്. കണ്ണൂർ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പക്ഷേ K സുധാകരനിലൂടെ UDF, K സുധാകരൻ കണ്ണൂർ തിരിച്ചു പിടിക്കുന്നു എന്ന് പറയാം. ഇപ്പോഴത്തെ സർവേ ഫലം വെച്ച് നോക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിലും UDFന് മേൽക്കൈ. 5% മാത്രമാണ് CK പത്മനാഭൻ NDAയുടെ പട്ടികയിൽ ഉള്ളത്. ഇപ്പോൾ വ്യക്തമാണ്, 3% വ്യത്യാസത്തിൽ K സുധാകരൻ PK ശ്രീമതിക്ക് മുന്നിലാണ്. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എങ്കിൽ പോലും കണ്ണൂർ UDF തിരിച്ചുപിടിക്കും, കാസർഗോഡ് UDF തിരിച്ചുപിടിക്കും. അങ്ങനെ ആദ്യം പ്രഖ്യാപിച്ച 2 മണ്ഡലങ്ങളിലെയും ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ UDF 2-0. ഈ 2 മണ്ഡലങ്ങളും LDFിൽ നിന്ന് UDF തിരിച്ചുപിടിക്കുന്നു. കാസർഗോഡ് വ്യക്തമായ മേധാവിത്വം UDFന്. അതേസമയം കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ K സുധാകരനാണ് വിജയം പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും ജനവിധിയെപ്പറ്റിയുള്ള സൂചനയാണിപ്പോൾ വന്നിരിക്കുന്നത്. കാസർഗോഡും കണ്ണൂരും കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ്. 2 മണ്ഡലങ്ങളിലെ ഫല സൂചന വരുമ്പോൾ രണ്ടും CPM കൈവശം വെച്ചിരുന്ന 2 മണ്ഡലങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയാണ്. CG കടക്കലുമുണ്ട് നമ്മോടൊപ്പം. CG, ഈ കാസർഗോഡ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2014 എന്തായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വോട്ടിംഗ് ശതമാനം? ഈ ഫലസൂചനയിലേക്ക് വരുമ്പോൾ സ്വിംഗ് എത്ര? കാസർഗോഡ് കഴിഞ്ഞ തവണ P കരുണാകരൻ വിജയിച്ച മണ്ഡലമാണ്. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 39.5% വോട്ടാണ് P കരുണാകരൻ കഴിഞ്ഞ തവണ നേടിയത്. 3,84,964 വോട്ടുകൾ. T സിദ്ദിഖ് UDF സ്ഥാനാർത്ഥി 38.8% വോട്ടാണ് നേടിയത്. K സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി 17.7% പോൾ ചെയ്ത വോട്ടുകൾ നേടി. 3,78,043 T സിദ്ദിഖിൻ്റെ വോട്ട്. P കരുണാകരൻ്റെ വിജയ ശതമാനം 1% കുറവ്. കൃത്യമായി പറഞ്ഞാൽ 0.7, 6,921 വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ P കരുണാകരനുള്ളത്. ഇത്തവണത്തെ നമ്മുടെ സർവേ പ്രഡിക്ഷൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ UDF അവിടെ 43% വോട്ടിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ T സിദ്ദിഖ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഏതാണ്ട് 3%, 4% അധികം നേടും. P കരുണാകരൻ കഴിഞ്ഞ തവണ നേടിയ 39.5 ആണെങ്കിൽ ഇത്തവണ അവിടെ LDFിൻ്റെ പ്രഡിക്ഷൻ 35 ആണ്. 4%-ഓളം വോട്ടുകൾ കുറയും.
NDA അവിടെ 21% നമ്മുടെ സർവേ പ്രഡിക്ഷൻ. അങ്ങനെയെങ്കിൽ അവിടെ ഏതാണ്ട് 3% NDAക്ക് കൂടും. ഇതാണ് സർവേ പ്രഡിക്ഷനും കഴിഞ്ഞ തവണത്തെ വോട്ടുകളും തമ്മിലുള്ള താരതമ്യം. ഉണ്ണി സാർ, ഇവിടെ കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ ത്രികോണ മത്സരം ശക്തമായി കാണുന്നു. അതെ, സുരേന്ദ്രനായിരുന്നു അവിടെ കഴിഞ്ഞ തവണ NDAയുടെ സ്ഥാനാർത്ഥി. 17.7 ഏതാണ്ട് 18 കൂട്ടും. അതെ. ഇപ്പോൾ രവീശ തന്ത്രി വന്നിരിക്കുന്നു, 21 അത് കൂടുകയാണ്. 3% BJP നേടുന്നു, 4% UDF നേടുന്നു, 5% LDFന് നഷ്ടപ്പെടുന്നു. അപ്പോൾ കാസർഗോഡ് നൽകുന്ന ചിത്രം എന്നത് കോൺഗ്രസും BJPയും CPMൽ നിന്ന് CPMന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് നേട്ടം നേടുന്നു എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 17.7% കാസർഗോഡ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ലഭിച്ചത്. അവരുടെ അതായത് അറ്റ് ദ കോസ്റ്റ് ഓഫ് CPM ആണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും. അതാണ് അതായത് യഥാർത്ഥത്തിൽ ഈ ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമെന്നും ആ പോളറൈസേഷൻ അഫക്റ്റ് ചെയ്യുക യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാകുന്ന ഭിന്നത യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ആണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പൊതുധാരണയുണ്ടായിരുന്നു. ആ പൊതുധാരണയെ അട്ടിമറിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 35% LDFിൻ്റെ വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് ഏകദേശം 39.5% വോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് 4% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 8% കാസർഗോഡ് കോൺഗ്രസ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. 8% കൂടുതൽ വോട്ട് അവരെക്കാൾ നേടുന്നതാണ്. ഇവിടെ കൃത്യമായും BJPയും NDAയും വീക്കൻ ചെയ്തിരിക്കുന്നത്, ഹാം ചെയ്തിരിക്കുന്നത് CPMനെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്ന് മാത്രവുമല്ല, നമുക്ക് 5% ഒരു ഗ്യാപ്പ് മാത്രമേ പ്രധാനപ്പെട്ട രണ്ട് മത്സരാർത്ഥികളും തമ്മിലുള്ളൂ എങ്കിൽ നാം അതിനെ എങ്ങനെയാണ് പരിഗണിക്കുക? നമ്മൾ അതിനെ മാർജിനൽ സീറ്റ് ആയിട്ടാണ് എങ്ങോട്ട് വേണമെങ്കിലും അതായത് 1 to 5% ആണ് നമ്മൾ മാർജിനൽ സീറ്റ് എന്ന് പറയുന്നത്. 1% മുതൽ 5% വരെ ഗ്യാപ്പിലാണ് ആളുകളുടെ ഈ വോട്ട് ഷെയർ നിൽക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ മാർജിനൽ സീറ്റ് എന്ന് വിളിക്കും. അത് ഏത് വശത്തേക്ക് മാറാം. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ 47-44 അതിലേക്ക് വരാം. അപ്പോൾ കാസർഗോഡ് 35-43 എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് ജനവിധിയുടെ സൂചന എന്താണെന്നുള്ളത്. കാരണം 8% ഗ്യാപ്പാണ്. 8% ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അവിടെ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരു ആന്റി ഇൻകംബൻസി വന്നിട്ടുണ്ടാകും. ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. 3 തവണ അവിടെ പി കരുണാകരൻ വിജയിച്ച മണ്ഡലമാണ്. ആന്റി ഇൻകംബൻസി ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ ഫാക്ടറുണ്ട്. 21% BJP എത്തുമ്പോൾ BJP ആരുടെ ഈ വോട്ടാണ് ഈറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ആരുടെ വോട്ട് ബാങ്കിലേക്കാണ് കടന്നിരിക്കുന്നതാണ്. അത് നിശ്ചയമായും CPMലേക്കാണെന്ന് കണ്ടെത്തേണ്ടി വരും. കാരണം CPMന്റെ വോട്ടും BJPയുടെ വോട്ടും തമ്മിൽ 14% വ്യത്യാസം മാത്രമാണ്. തീർച്ചയായിട്ടും രവീശ തന്ത്രി കുണ്ടാർ ഒരു ചെറിയ കാൻഡിഡേറ്റ് അല്ല. അവിടെ കഴിഞ്ഞ തവണ കാസർഗോഡ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാർ 2ാം സ്ഥാനത്തെത്തിയിരുന്നു.